അടിച്ചവന് സ്റ്റേഷൻ ജാമ്യം. അടികൊണ്ട പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ്. മാൾ ഓഫ് ട്രാവൻകൂറിൽ പോലീസുകാരൻ മിഥുൻ റോയിയെ പുറത്താക്കാൻ വഞ്ചിയൂർ പോലീസിന്റെ ഇരട്ടത്താപ്പ്. ഇതാണോ പിണറായിയുടെ അഭിമാന പോലീസ്? SFIക്കാർ നിയമം കയ്യിലെടുക്കുമ്പോൾ. കേരളത്തിൽ പോലീസായാൽ മര്യാദയ്ക്ക് ജോലി ചെയ്താൽ മാത്രം പോരാ, സഖാക്കളുടെ അടികൊള്ളാനുള്ള തൊലിക്കട്ടിയും വേണം. തലസ്ഥാനത്തെ മാൾ ഓഫ് ട്രാവൻകൂറിൽ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയ്ക്ക് കിട്ടിയത് സഖാക്കളുടെ ക്രൂരമർദ്ദനമാണ്. എന്നാൽ മർദ്ദനമേറ്റ പോലീസുകാരനെ സഹായിക്കുന്നതിന് പകരം അടിച്ചവനെ രക്ഷിക്കാനും അടികൊണ്ടവനെ കുടുക്കാനും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് വഞ്ചിയൂർ പോലീസ്. സഖാക്കളെ പ്രീതിപ്പെടുത്താൻ സ്വന്തം സഹപ്രവർത്തകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത വഞ്ചിയൂർ പോലീസിന്റെ നടപടി നാണക്കേടിന്റെ അങ്ങേതറ്റമാണ്. കഴിഞ്ഞ ഡിസംബർ 31 പുതുവത്സര ഡ്യൂട്ടിക്കിടെ പ്രശ്നമുണ്ടാക്കിയ ചില SFIക്കാരെ മിഥുൻ റോയ് തടഞ്ഞിരുന്നു. നിയമം നടപ്പിലാക്കിയതിന്റെ പകയുമായി നടന്ന സഖാക്കൾ മാളിൽ വെച്ച് മിഥുനെ കണ്ടപ്പോൾ ആക്രമിക്കുകയായിരുന്നു. എടാ, ഞങ്ങളെ നിനക്ക് അറിയില്ലേടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് നെഞ്ചത്ത് നോക്കി ചവിട്ടുന്ന ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമാണ്. മാളിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഓടി വന്നിട്ടും സഖാക്കളുടെ കലി അടങ്ങിയില്ല. പച്ചത്തെറിയും വിളിച്ചു. സാധാരണക്കാരനായാലും പോലീസുകാരനായാലും ഇത്തരമൊരു ആക്രമണം നടന്നാൽ പ്രതികൾ അകത്താകേണ്ടതാണ്. എന്നാൽ ഇവിടെ നടന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. മർദ്ദിച്ച SFIക്കാർക്കെതിരെ വെറും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന നിസാര വകുപ്പുകൾ മാത്രം. അതേസമയം അടികൊണ്ട് ആശുപത്രിയിലായ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ് SFIക്കാരുടെ രക്ഷകനായി ചമയുന്നു. മിഥുൻ റോയ് ഇടിവള ഉപയോഗിച്ച് അടിച്ചുവെന്നാണ് SFIക്കാരുടെ പരാതി. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ എവിടെയുമില്ലാത്ത ഇടിവള പോലീസ് FIRൽ മാത്രം കയറിപ്പറ്റി. ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് വഴി മിഥുന്റെ ജോലി തെറിപ്പിക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. കമ്മീഷണർക്ക് പരാതി നൽകിയതിന്റെ വൈരാഗ്യം തീർക്കാൻ ഭരണകൂടം പോലീസുകാരനെ വേട്ടയാടുകയാണ്. തലസ്ഥാനത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനം ആവേശത്തോടെ നടക്കുമ്പോഴാണ് ഈ സംഭവം. ഉന്നത ഉദ്യോഗസ്ഥരും അസോസിയേഷൻ നേതാക്കളും നഗരത്തിലുള്ളപ്പോൾ തന്നെ സ്വന്തം സഹപ്രവർത്തകൻ തെരുവിൽ തല്ലുകൊള്ളുകയും കള്ളക്കേസിൽ കുടുങ്ങുകയും ചെയ്തിട്ടും ആരും ഒരക്ഷരം മിണ്ടിയില്ല. DYFIക്കാരെയും SFIക്കാരെയും പേടിച്ച് അസോസിയേഷൻ നേതാക്കൾ വായടച്ചതോടെ താഴെത്തട്ടിലുള്ള പോലീസുകാർ വല്ലാത്തൊരവസ്ഥയിലാണ്. ക്രമസമാധാനം പാലിക്കാൻ ശ്രമിച്ചാൽ ജോലി പോകും. സഖാക്കളുടെ അടികൊണ്ടാൽ മറുപടി പറയരുത്. ഇതാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്? മാൾ ഓഫ് ട്രാവൻകൂറിലെ ഈ സംഭവം കേരള പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്.